നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാൽമനാണ് കേട്ടോ. ഇന്ന് 2025 ഡിസംബർ മാസം 2-ാം തീയതി അശ്വതി നാളാണ് കേട്ടോ. ഇന്ന് പ്രദോഷം കൂടിയാണ്. ശിവക്ഷേത്രങ്ങളിൽ വിശേഷമായിട്ടുള്ള ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്, പ്രദോഷ വ്രതം എന്നൊക്കെ പറയുന്നത്. അസ്തമയ സമയം ത്രയോദശി ഉള്ള ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് എടുക്കുക. എല്ലാ മാസവും ത്രയോദശി തിഥിയിലാണ് പ്രദോഷം എന്ന് പറഞ്ഞു. അസ്തമയത്തിന് മുമ്പും പിമ്പുമായിട്ട് വരുന്ന ഒരു 3:45 നാഴികയാണ് പ്രദോഷ സന്ധ്യയായിട്ട് കണക്കാക്കുക. നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. രാവിലെ പ്രദോഷത്തിന് ദിവസം രാവിലെ എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഭസ്മൊക്കെ ലേപനം ചെയ്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഉപവാസത്തോടെ ഇരിക്കുന്നതാണ് പ്രദോഷ വ്രതം എന്ന് പറയുന്നത്. 2 ദിവസം വന്നാൽ ആദ്യത്തെ ദിവസം വ്രതം ഏറ്റെടുക്കും. പ്രദോഷത്തെ 5 തിരിച്ചിരിക്കുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷപ്രദോഷം, നിത്യപ്രദോഷം, മാസപ്രദോഷം, മഹാപ്രദോഷം, പ്രളയപ്രദോഷം എന്നൊക്കെയാണ് പറയുക. അസ്തമയത്തോടനുസരിച്ച് 2 മണിക്കൂർ ദീർഘമുള്ളതാണ് ഈ പ്രദോഷം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചന്ദ്രന്റെ വളർച്ചയും ക്ഷയവും സംഭവിക്കുന്ന ശുക്ലപക്ഷത്തിനെയും കൃഷ്ണപക്ഷത്തിനെയൊക്കെ 13ാമത്തെ തിഥിയിലാണ് ത്രയോദശി ചാന്ദ്രദിനത്തിൽ സംഭവിക്കുന്ന ഒരു ശുഭകരമായിട്ടുള്ളൊരു സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഹാരത്തിന്റെ പരമോന്നത ദൈവമായിട്ടുള്ള ശിവഭഗവാൻ, അദ്ദേഹത്തെ ആരാധിക്കുന്നതിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനൊക്കെ പ്രദോഷ സമയത്തുള്ള നാമങ്ങള്, വ്രതം, ജപം, ശിവക്ഷേത്ര ദർശനം ഇതൊക്കെ ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2025 ഡിസംബർ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച അശ്വതി നാളാണെന്ന് പറഞ്ഞു. ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി 11:18 അശ്വതി നാൾ തുടങ്ങാം. 2025 ഡിസംബർ മാസം 2-ാം തീയതി ഈ അശ്വതി നാള് 8:51 രാത്രി വൈകുന്നേരം 8:51 വരെ അശ്വതി നാളാണ്. ശേഷം ഭരണി നാളാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.